Hi friends, എല്ലാവർക്കും ഇംഗ്ലീഷ് ചലഞ്ച് പാർട്ട് 2-ന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആദ്യത്തെ ദിവസത്തെ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 2-ന്റെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ ചലഞ്ചിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന 10 വാക്കുകളും അവ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസസുമാണ്. ഓക്കെ, അപ്പോൾ പാഷനേറ്റ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കാനായിട്ട് തുടങ്ങണം. കൂടുതൽ നന്നായിട്ട് ലാംഗ്വേജിനെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് വീഡിയോസ് കാണണം. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചലഞ്ചസ് മുഴുവനും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ സർക്കിളിലുള്ള ആളുകളും അങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളും പാഷനേറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങണം. എവിടെയെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധ്യതകൾ കിട്ടിയാൽ നമ്മൾ ഈ പഠിക്കുന്ന 10 വാക്കുകൾ ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് ഡെഫിനറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യത്തെ വാക്കിലേക്ക് പോവാം. ഫൊഗെറ്റ്. ഓക്കെ, ഫൊഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഫൊഗെറ്റ്, മറക്കുക. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഐ ഫൊഗോട്ട് ദാറ്റ്? ഓക്കെ, ഞാനത് മറന്നുപോയി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഐ ഫൊഗെറ്റ്. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ? മറക്കുക. ഫൊഗെറ്റ്, മറക്കുക. നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. Don't forget to buy snacks. Okay, don't forget to buy snacks. സ്നാക്സ് മേടിക്കാൻ മറക്കരുത് എന്ന് പറയാണ്. എങ്ങനെയാണ്? Don't forget to buy snacks. Okay, don't forget to buy snacks. Okay, ഇനി റൈസ് മേടിക്കാൻ മറക്കരുത് നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ? Don't forget to buy rice. Okay, ഇനി വെജിറ്റബിൾസ് മേടിക്കാൻ മറക്കരുതെന്ന് പറയാം. Don't forget to buy vegetables. Okay, ഇനി പാല് മേടിക്കാൻ മറക്കരുതെന്ന് നമുക്ക് പറയാം. Don't forget to buy മിൽക്ക്. ഓക്കെ, അപ്പോൾ വീട്ടിലുള്ളവർക്ക് ഭർത്താക്കന്മാരും മക്കളെയൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി സെൻറ്റൻസ് ആണ് ഡോണ്ട് ഫൊർഗെറ്റ് ടു ബൈ സ്നാക്സ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കും പാരൻസിനെയൊക്കെ ഓർമ്മിപ്പിച്ച് വിടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഫൊർഗെറ്റ്, മറക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ വേർഡിലേക്ക് പോകാം കേട്ടോ. ഇൻകൺവീനിയൻസ്. ഓക്കെ, ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസൗകര്യം. ഓക്കെ, അസൗകര്യം. ഓക്കെ, എന്താണ്? അസൗകര്യം. ഇൻകൺവീനിയൻസ്, അസൗകര്യം. ഓക്കെ, എനിക്ക് ചില ഇൻകൺവീനിയൻസസ് ഉണ്ട് എന്ന് പറയും. എന്താ നമ്മൾ പറയുക? എനിക്ക് ചില അസൗകര്യങ്ങളുണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു സെൻറ്റൻസ് നോക്കിയാലോ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, ഞാൻ നിങ്ങളെ അസൗകര്യപ്പെടുത്തിയതിൽ, ഓക്കെ, നിങ്ങളെ ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം എന്ന് പറയാണ്. ഓക്കെ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ വേർഡിലേക്ക് പോവാം. അപ്പോളജൈസ്. ക്ഷമാപണം നടത്തുക. ഓക്കെ, അപ്പോളജൈസ്, ക്ഷമാപണം നടത്തുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും നീ ഒന്ന് അപ്പോളജൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, നീ ഒന്ന് അപ്പോളജൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, നീ ഒന്ന് ക്ഷമാപണം നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയും. ഓക്കെ, നമുക്കിനി ഇത് വെച്ചൊരു സെൻറ്റൻസ് നോക്കിയാലോ. ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ്. ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഞാൻ നേരം വൈകിയതിൽ ക്ഷമാപണം ചോദിക്കുന്നു. ഓക്കെ, ക്ഷമാപണം നടത്തുന്നു. ഞാൻ നേരം വൈകിയതിൽ ക്ഷമാപണം നടത്തുന്നു. അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നേരം വൈകി ചെന്നു. ഇപ്പം നമ്മൾ ആരോട് പറയുകയാണ് ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ്. ഓക്കെ, ഞാൻ നേരം വൈകിയതിൽ ക്ഷമാപണം നടത്തുന്നു കേട്ടോ, ചില കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ലേറ്റായി എന്നൊക്കെ പറയണം. അപ്പോളജൈസ്, ക്ഷമാപണം നടത്തുക. ഇനി നമ്മൾ നാലാമത്തെ വേർഡിലേക്ക് പോവാം കേട്ടോ. ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾപ്പെടുത്തുക. ഓക്കെ, ഞാനതിൽ ഇൻവോൾവ് ആയിട്ടില്ല, ഞാനതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയും അല്ലേ. ഞാൻ ആ കേസിലൊന്നും ഇൻവോൾവ് അല്ല കേട്ടോ, ഞാൻ ആ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് അല്ല, ഞാനിപ്പോൾ അതിൽ ഇൻവോൾവ് അല്ല എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ അതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല, ഞാൻ അതിലൊന്നും ഭാഗമല്ല എന്ന് പറയാണ്. ഓക്കെ, ഇൻവോൾവ്. ഓക്കെ, ഉൾപ്പെടുത്തുക. ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് പോകാം കേട്ടോ. Don't involve me in this matter. Okay, don't involve me in this matter. Okay, ഈ കാര്യത്തിൽ ദയവായി എന്നെ ഉൾപ്പെടുത്തരുത്. Don't involve me in this matter. നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ നമ്മൾ വലിച്ചഴിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയാണ് don't involve me in this matter. Okay, don't involve me in this matter. Okay, അപ്പോൾ involve എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾപ്പെടുത്തുക. ഓക്കെ, ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് അറിയോ? നമ്മളൊരു വേർഡും പഠിക്കും, അതുപയോഗിച്ച് പിന്നീട് നമുക്ക് ഒത്തിരി സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. മുൻപ് നമ്മൾ ചെയ്തതുപോലെ പതിയെ സെൻറ്റൻസസും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? ഇൻവോൾവ്, ഉൾപ്പെടുത്തുക. ഇനി നമ്മൾ അഞ്ചാമത്തേലേക്ക് പോവാണ്. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എതിരായി. ഓക്കെ, ഈ വാക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് പുതിയ വാക്കുകളായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം എളുപ്പത്തിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന വാക്കുകളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് എന്താണ്? എഗെയിൻസ്റ്റ്. എഗെയിൻസ്റ്റ്. ഓക്കെ, എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എതിരായിട്ട്. ഓക്കെ, അവൻ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു, അവൻ എനിക്ക് എതിരായിട്ട് വന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? എഗെയിൻസ്റ്റ്, എതിരായി. ഇനി നമുക്ക് സെന്റൻസിലേക്ക് പോയാലോ? He is against me. He is against me. അവൻ എനിക്കെതിരായിട്ടാണ്. ഓക്കെ, അവൻ എനിക്കെതിരായിട്ടാണ് വർക്ക് ചെയ്യണം, അവൻ എനിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കണം. He is against me. ഓക്കെ, അവൻ എനിക്കെതിരായിട്ടാണ് എന്ന് പറയാം. ഓക്കെ, he is against me. ഇനി നമ്മൾ ആറാമത്തെ വേർഡിലേക്ക് പോവാണ്. ബിലീവ്. വിശ്വസിക്കുക. ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കുക. ബിലീവ്, വിശ്വസിക്കുക. ഓക്കെ, നമ്മൾ പറയില്ലേ എന്നൊന്ന് ബിലീവ് ചെയ്യ്, എന്നൊന്ന് വിശ്വസിക്കുക എന്ന് നമ്മൾ പറയില്ലേ? എന്നൊന്ന് ബിലീവ് ചെയ്യ്, എന്നൊന്ന് വിശ്വസിക്കുക എന്ന് പറയും. ഓക്കെ, നമുക്കൊന്ന് സെന്റൻസ് നോക്കിയാലോ? പ്ലീസ് ബിലീവ് മീ. ഓക്കെ, പ്ലീസ് ബിലീവ് മീ, എന്നെ ദയവായി ഒന്ന് വിശ്വസിക്കുക. പ്ലീസ് ബിലീവ് മീ, എന്നെ ദയവായി ഒന്ന് വിശ്വസിക്കുക. ഈ വാക്കുകളൊക്കെ എഴുതിയെടുക്കണം, സെന്റൻസസ് എഴുതിയെടുക്കണം. അവസാനം നമുക്ക് ഹോംവർക്ക് ഉള്ളതാണ്. ബട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വേർഡ്സും സെൻറ്റൻസസ് എഴുതിയെടുത്ത് പോകുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. 100 വേർഡ് 100 സെൻറ്റൻസസ് നമുക്ക് പഠിച്ചെടുക്കണം. ഓക്കെ, നമുക്കിനി ഏഴാമത്തെ വേർഡിലേക്ക് പോകാം. സസ്പെക്ട്. സസ്പെക്ട്. ഓക്കെ, സസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സംശയിക്കുക. ഓക്കെ, ഐ സസ്പെക്ട് ഹിം. ഓക്കെ, ഞാൻ അവനെ സംശയിക്കുന്നുണ്ട്. ഐ സസ്പെക്ട് ഹിം, ഞാൻ അവനെ സംശയിക്കുന്നുണ്ട് എന്ന് പറയും. ഓക്കെ, സസ്പെക്ട്, സംശയിക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Whom do you suspect? Whom do you suspect? Whom do you suspect എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ആരെയാണ് സംശയിക്കണേ? Whom do you suspect? നീ ആരെയാണ് സംശയിക്കണേ? ഇപ്പോൾ ഒരു പുതിയ സെന്റൻസ് പഠിച്ചല്ലേ? Whom do you suspect? നീ ആരെയാണ് സംശയിക്കണേ? ഓക്കെ, അപ്പോൾ ഈ സെന്റൻസ് ഒന്ന് എഴുതിയെടുത്തോ, വേർഡ് എഴുതിയെടുത്തോ. സസ്പെക്ട്, സംശയിക്കുക. Whom do you suspect? നീ ആരെയാണ് സംശയിക്കുന്നത്? സ്യൂട്ടബിൾ. സ്യൂട്ടബിൾ. സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉചിതമായ. സ്യൂട്ടബിൾ, ഉചിതമായ. ഓക്കെ, എന്താണ്? സ്യൂട്ടബിൾ, ഉചിതമായ. നമുക്ക് ഇനി ഒരു സെന്റൻസ് നോക്കിയാലോ? This work is not suitable for you. This work is not suitable for you. ഈ ജോലി നിനക്ക് ചേർന്നതല്ല. ഓക്കെ, this work is not suitable for you. ഈ ജോബ് നിനക്ക് ചേർന്നതല്ല എന്ന് പറയാണ്. ഓക്കെ, സ്യൂട്ടബിൾ. നമ്മൾ പറയാറില്ലേ ഇതൊന്നും എനിക്ക് സ്യൂട്ട് ആവില്ല, ഇതൊന്നും എനിക്ക് സ്യൂട്ടബിൾ അല്ല എന്നൊക്കെ പറയും. ഓക്കെ, സ്യൂട്ടബിൾ. ഇനി നമ്മൾ 9ാമത്തെ വേർഡിലേക്ക് വേണം. അബ്യൂസ്. അബ്യൂസ്, അധിക്ഷേപിക്കുക, അധിക്ഷേപം. ഓക്കെ, 2 രീതിയിലും പറയും. അധിക്ഷേപം എന്നും പറയും, അധിക്ഷേപിക്കുക എന്നും പറയും. എങ്ങനെ? അബ്യൂസ്. ഓക്കെ, അവൻ എന്നെ അബ്യൂസ് ചെയ്തു, അവൻ എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അവൻ എന്നെ അധിക്ഷേപിച്ചു. അബ്യൂസ്, അധിക്ഷേപിക്കുക. ഓക്കെ, നമുക്കിനി ഒരു സെന്റൻസ് നോക്കിയാലോ? ഷീ അബ്യൂസ് മീ. ഓക്കെ, ഷീ അബ്യൂസ് മീ. ഓക്കെ, അവൾ എന്നെ അധിക്ഷേപിച്ചു. ഷീ അബ്യൂസ്ഡ് മീ എന്ന് പറയാണ്. എങ്ങനെ? അവൾ എന്നെ അധിക്ഷേപിച്ചു. അബ്യൂസ്ഡ് എന്താണ്? അധിക്ഷേപം. ഇനി നമ്മൾ 10ാമത്തെ അവസാനത്തെ വേർഡിലേക്ക് പോവാണ്. ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റ്. ഓക്കെ, ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തടസ്സപ്പെടുത്തുക. തടസ്സപ്പെടുത്തുക. ഇന്ററപ്റ്റ്, തടസ്സപ്പെടുത്തുക. ഓക്കെ, ഇന്ററപ്റ്റ്. ഓക്കെ, അവൻ അതിലേക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കും. അവൻ അതിലേക്ക് കയറി തടസ്സപ്പെടുത്തേണ്ട കാര്യം എന്താ, അല്ലെങ്കിൽ എല്ലാ ഇടയിൽ കയറേണ്ട കാര്യം എന്താ എന്ന് നമ്മൾ ചോദിക്കും. ഓക്കെ, ഇന്ററപ്റ്റ്, തടസ്സപ്പെടുത്തുക. ഐ എം സോറി ടു ഇന്ററപ്റ്റ് യു. ഐ എം സോറി ടു ഇന്ററപ്റ്റ് യു. നമ്മുടെ ഒരു സെന്റൻസ് ആണ് അത് വെച്ചിട്ടുള്ളത്. ഐ എം സോറി ടു ഇന്ററപ്റ്റ് യു. ഓക്കെ, നിങ്ങൾ തടസ്സപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. ഓക്കെ, അവരൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയണം ഐ എം സോറി ടു ഇന്ററപ്റ്റ് യു, നിങ്ങളെ തടസ്സപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ 10 വേർഡ് പഠിച്ചു, 10 സെൻറ്റൻസസും പഠിച്ചു. ഈ 10 വേർഡും 10 സെൻറ്റൻസസും നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, വീഡിയോ ഒരു പ്രാവശ്യം അല്ല കാണേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല ആവർത്തി നമ്മൾ വീഡിയോസ് കാണണം. പല ആവർത്തി കാണുമ്പോഴാണ് ഈ സംഗതികളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ കണ്ട് അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. പകരം പല ആവർത്തി കാണാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഹോം വർക്കിലേക്ക് പോവാം. ഓക്കെ, ഹോം വർക്ക് എന്താണെന്ന് അറിയൂ? നിങ്ങൾ ഇന്ന് പഠിച്ചതിൽ 3 വേർഡുകൾ എടുക്കുക. ആ 3 വേർഡ്സ് എടുത്തിട്ട് അത് വെച്ച് പുതിയ സെൻറ്റൻസസ്. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസിന് എഴുതാം, അല്ലെങ്കിൽ
പുതിയൊരു സെൻറ്റൻസസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ശരിയാവുന്നുണ്ടോ തെറ്റാവുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ പുതിയ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, കൂടുതൽ പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുക. ലാംഗ്വേജ് നന്നായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-on-1 ആയിട്ട് പേഴ്സണൽ ട്രെയിനിങ്ങിലൂടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ച് പാർട്ട് 2-ൻ്റെ 3-ാമത്തെ ദിവസമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. Until then, it's bye from Linto.